Hi students, next നമ്മൾ എടുക്കാനുള്ളത് ഫോം ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ പഠിച്ചു, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി നമ്മൾ വേറൊരു രീതിയിൽ ട്രേഡിംഗ് അക്കൗണ്ട് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. സോ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതേപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട്, ഇത് രണ്ടും ചേർന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. സോ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫോർമാറ്റ്? സോ ഇത് ഫോം ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. സോ ഫോർമാറ്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ. അതിൽ ഫസ്റ്റ് വൺ ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് എഴുതാം, 31 മാർച്ച് 2020. ദെൻ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് രണ്ട് എമൗണ്ട് കോളം വേണം, ഒരു ഇന്നർ കോളം വേണം, നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് എഴുതാൻ. സോ എമൗണ്ട് കോളം ലെഫ്റ്റില് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് രണ്ട് എമൗണ്ട് കോളം. സോ അത് ഇന്നർ കോളത്തിൽ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷൻസും ഒക്കെ ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ എഴുതാം ഓപ്പണിംഗ് സ്റ്റോക്ക്, നമ്മുടെ കമ്പനിയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഫസ്റ്റ് എഴുതും. ദെൻ ആഡ് പർച്ചേസസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് രണ്ടാമത്തെ എമൗണ്ട് കോളത്തിൽ എഴുതും. പർച്ചേസസിന് പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുക, പർച്ചേസ് ലെസ് പർച്ചേസ് റിട്ടേൺ, ആ എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ കാണിക്കുന്നത്. ദെൻ അത് ഔട്ടർ കോളത്തിൽ എഴുതുക. പർച്ചേസിന് പർച്ചേസ് റിട്ടേൺ കുറച്ച എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതുക. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് നേരിട്ട് ഡയറക്റ്റ്, അതായത് നമ്മുടെ പ്രൊഡക്ഷന് വരുന്ന എക്സ്പെൻസുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അല്ലെ, കമ്പനിക്ക് പ്രൊഡക്ഷന് വേണ്ടി വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ നമ്മൾ സെപ്പറേറ്റ് എഴുതാം. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് നമ്മുടെ ബാലൻസ് എമൗണ്ട് ആണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് വരുന്നത് സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതാണ് ക്രെഡിറ്റ് സൈഡ് വരുന്നത്. അങ്ങനെ നമ്മൾ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് എമൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ്, അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതും. പിന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യാം. സാധാരണ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞിട്ട് ഒരൊറ്റ അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിൽ ട്രേഡിംഗ് അക്കൗണ്ട് പറഞ്ഞാൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകളും ഡയറക്റ്റ് ഇൻകംസും ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ പർച്ചേസ് ലെസ് പർച്ചേസ് റിട്ടേൺ, പർച്ചേസിന് പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുക. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയത് തിരിച്ചു കൊടുക്കുകയാണ്. സോ തിരിച്ചു കൊടുക്കും, സോ അത് നമ്മൾ കുറയ്ക്കണം. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടി വരുന്ന എക്സ്പെൻസുകളൊക്കെ. പിന്നെ ക്രെഡിറ്റ് സൈഡ് വരുന്നത് സെയിൽസ് റിട്ടേൺ, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, പിന്നെ ബാലൻസ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഗ്രോസ് സ്റ്റോക്ക്. ഓക്കെ, അപ്പം നമ്മൾ നാലാമത്തെ ഇലിസ്ട്രേഷൻ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതേ ഡാറ്റാസ് വെച്ചിട്ട് ചെയ്യാണ്. ഇതിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു? സെയിൽസ് 5 lakh തന്നിട്ടുണ്ട്. സെയിം ഈ ഒരു നാലാമത്തെ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ ഇതേ ഫോർമാറ്റിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റിൽ ചെയ്യാം. സെയിൽസ് 5 lakh, പർച്ചേസ് 3 lakh, ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരേജ് ഇൻവേർഡ് അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതായത് നമുക്ക് റോ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരാൻ വരുന്ന എക്സ്പെൻസ്. ഫ്രൈറ്റ് ഇൻവേർഡ് അതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ സെയിൽസ് റിട്ടേൺ എന്താ ചെയ്യാം? സെയിൽസ് നിന്ന് മൈനസ് ചെയ്യാം. ക്ലിയറിംഗ് ചാർജ് എന്ന് പറഞ്ഞാലും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പർച്ചേസ് റിട്ടേൺ എന്താ ചെയ്യാം? പർച്ചേസ് നിന്ന് കുറയ്ക്കാം. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 40,000, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 30,000. നമ്മളിത് നേരെ ഏത് ഫോർമാറ്റിൽ എഴുതാം? ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് മാറ്റി. സുഖാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഇതേപോലെ വരയ്ക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് XYZ ലിമിറ്റഡ് ഫോർ ദ ഇയർ എൻഡിൽ December 31st, 2018. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് രണ്ട് എമൗണ്ട് കോളാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതി, പർച്ചേസ് 3 lakh ഇന്നർ കോളത്തിൽ എഴുതി, ലെസ് പർച്ചേസ് റിട്ടേൺ 5,000, സോ 2,95,000 വന്നു. ക്യാരേജ് ഇൻവേർഡ് 3,000 ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഫ്രൈറ്റ് ഇതൊക്കെ നമുക്ക് ക്ലിയറിംഗ് ചാർജ് ഇതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസ്. ദെൻ സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺ, ബാലൻസ് എമൗണ്ട് ഫസ്റ്റ് എഴുതി, ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ചെയ്തു. 1,85,000 നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. സോ ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റി എഴുതാം. മനസ്സിലായോ? ഒന്നുമില്ല, ജസ്റ്റ് അതന്നെ രണ്ട് സൈഡിലേക്കായിട്ട് എഴുതിയെന്ന് മാത്രം. ഇതിലൊരു ഐറ്റംസ് എന്തൊക്കെയാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയുന്നുണ്ട്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പർച്ചേസ് ഫോർ
നമുക്ക് പർച്ചേസ് രണ്ട് തരത്തിൽ വരും. ക്യാഷ് പർച്ചേസും ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്. Then purchase of assets which are meant for permanent use in the business such as machinery, furniture. രണ്ട് തരത്തിൽ പർച്ചേസ് വരുന്നുണ്ട്. പ്രൊഡക്ഷൻ ബിസിനസ്, അതായത് നമ്മൾ അസറ്റ് വാങ്ങുന്ന പർച്ചേസ് വരുന്നുണ്ട്, റോ മെറ്റീരിയൽസ് വാങ്ങുന്ന പർച്ചേസ് വരുന്നുണ്ട്. സോ പർച്ചേസിന് പലതരത്തിൽ വരും. സോ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെന്താണ്, നമ്മുടെ പർച്ചേസ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നത്, അതേപോലെ തന്നെ റീസെയിലിന് വേണ്ടിയിട്ട് നമ്മൾ റീസെയിൽ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് പർച്ചേസ് ഫോർ റീസെയിൽ, റീസെയിലിന് വേണ്ടിയിട്ട് നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. ഇപ്പോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് വിൽക്കുക. ട്രേഡേഴ്സ് ആണെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വാങ്ങാൻ വിൽക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത്. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസും വരും, ക്യാഷ് സെയിൽസും വരാറുണ്ട്. സെയിൽസിന് സെയിൽസ് റിട്ടേൺ കുറച്ചതാണ് നമ്മൾ നെറ്റ് സെയിൽസ് എന്ന് പറയുക. സോ അതൊന്നും നമ്മൾ സെയിൽസിൽ സാധാരണ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ അസറ്റുകൾ സെയിൽ ചെയ്യുന്നതിൽ പെടില്ല. ഇവിടെ സെയിൽ ചെയ്യുന്നത് നമ്മുടെ എന്താണ്, പ്രൊഡക്ട്സ് ആണ്. നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്നതാണ് നമ്മുടെ ഇവിടെ സെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? പിന്നെ വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലേ. അതായത് നമ്മൾ കമ്പനിക്ക് പ്രൊഡക്ഷന് വേണ്ടി വരുന്ന ഫാക്ടറിയിലൊക്കെ വരുന്ന എക്സ്പെൻസ് ആണ്. അതിലൊക്കെ വേജസ്, സാലറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന. അപ്പോൾ അതിൽ വേജസ് ആൻഡ് സാലറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ കാണിക്കും? ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും. സാലറീസ് ആൻഡ് വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. വേജസ് സാധാരണ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് കൂലി കൊടുക്കുന്നതാണ്. സാലറി എന്ന് പറയുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ്. പിന്നെ ഫ്രൈറ്റ്, കാർട്ടേജ്, ക്യാരേജ്, ഇതെല്ലാം നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന ഐറ്റംസ് ആണ്, എക്സ്പെൻസുകളാണ്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുക. നമ്മൾ ഫ്രൈറ്റ് ഇൻവേർഡ്, ക്യാരേജ് ഇൻവേർഡ് എന്നൊക്കെ ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഈ ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ എവിടെ എഴുതും? ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് എഴുതും. ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നതൊക്കെ എവിടെ എഴുതും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുക. സോ ഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നതാണ് ഫ്രൈറ്റ് ഇൻവേർഡ്, ക്യാരേജ് ഇൻവേർഡ്, കാർട്ടേജ് എന്നൊക്കെ. പിന്നെ റോയൽറ്റീസ് ഉണ്ടാവും. സോ നമുക്ക് കോപ്പി റൈറ്റ് ഒക്കെ കിട്ടാറുണ്ട് പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ടൊക്കെ. സോ കോപ്പി റൈറ്റിന് വരുന്നതാണ് റോയൽറ്റീസ് എന്ന് പറയുന്നത്. സോ സാധാരണ അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനൊക്കെ കിട്ടുന്നതാണ് ഈ റോയൽറ്റി എന്ന് പറയുന്നത്. നമ്മൾ അതിനൊക്കെ കൊടുക്കുന്ന ഒരു എക്സ്പെൻസ് ആണ്. ഇത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ട് സെൽഫ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാറുണ്ട്. അപ്പം അതും ഒരു ഐറ്റമായിട്ട് നമുക്ക് റോയൽറ്റി എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇപ്പം ഗവൺമെന്റിന് കൊടുക്കാറുണ്ട് അല്ലേ. നമ്മൾ ഗോൾഡ്, ഡയമണ്ട്, ഗോൾഡ് ഇതൊക്കെ നമ്മൾ മൈനിങ് ക്വാറികൾക്കൊക്കെ ഗവൺമെന്റിലേക്ക് റോയൽറ്റി കൊടുക്കേണ്ടി വരും. സോ അപ്പോൾ അത് നമ്മൾ അങ്ങനത്തെ കേസിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക. സോ സാധാരണ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് മുകളിലാണ്, എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തു അതിന്റെ മുകളിലാണ് സാധാരണ കേസിൽ റോയൽറ്റി വരിക. അങ്ങനത്തെ റോയൽറ്റിയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക. അപ്പോൾ കുറച്ച് പോയിന്റ്സ് ഇവിടെ പറഞ്ഞത് വേറൊന്നുമല്ല. പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ്, അതായത് നമ്മുടെ റവന്യൂ എക്സ്പെൻസുകളും റവന്യൂ ഇൻകംസും മാത്രമാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. അതായത് നമ്മൾ റീസെയിലിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്, പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് വിൽക്കുക, അങ്ങനത്തെ ബിസിനസ് ഉണ്ടല്ലോ. സോ അതൊക്കെയാണ് ഇവിടെ പർച്ചേസിൽ വരുന്നത്. പിന്നെ സെയിലിൽ വരുന്നതും ഇതേപോലെ നമ്മൾ ഒരിക്കലും ഫിക്സ്ഡ് അസറ്റ് വാങ്ങുന്നതും ഫിക്സ്ഡ് അസറ്റ് വിൽക്കുന്നതൊന്നും അതിൽ പെടുന്നില്ല. ഒക്കെ റവന്യൂ ഐറ്റംസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു പ്രൊഡക്ഷന് വേണ്ടി റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നതാണ് സാധാരണ പർച്ചേസ് വരിക. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വിൽക്കുന്നതാണ് സെയിൽ. അത് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ റോ മെറ്റീരിയൽ വാങ്ങുന്നതിന് പകരം ചിലപ്പോൾ നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെ വാങ്ങി ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെ വിൽക്കാറുണ്ട്. സോ അതും ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കും. പിന്നെ വേജസ് കാണിക്കും, അതേപോലെ ഫ്രൈറ്റ്, റോയൽറ്റി. ഇത്രയാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ അത് ഫോർമാറ്റ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് രണ്ടും കൂടി ഒന്നിച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അത് ഫോർമാറ്റ് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഏത് സൈഡ് എഴുതാം? ക്രെഡിറ്റ് സൈഡ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാറ്. സോ ഇതിന്റെ ക്രെഡിറ്റ് സൈഡ് എന്താ വരിക? അതേപോലെ ഹെഡിങ് കൊടുക്കണം അല്ലേ. അങ്ങനെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞിട്ടാണ് ഹെഡിങ് വരിക.
സോ പ്രോഫിറ്റിന്റെ ക്രെഡിറ്റ് സൈഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് സൈഡ് എന്തൊക്കെ വരും? ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എഴുതും. പിന്നെ നമുക്ക് ഇൻഡയറക്റ്റ് ഇൻകംസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഇൻട്രസ്റ്റ് കിട്ടില്ലേ, അത്. ഡിസ്കൗണ്ട് റിസീവ്ഡ്, കാരണം നമ്മളിപ്പോൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു, അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടി, അത് നമുക്ക് ഇവിടെ എഴുതാം. റെന്റ് റിസീവ്ഡ് എഴുതാം, നമുക്ക് ഏതെങ്കിലും ഡിസ്കൗണ്ട് കിട്ടിയതൊക്കെ ഇവിടെ എഴുതാം. റെന്റ് റിസീവ്ഡ്, നമ്മൾ റെന്റിന് എന്തെങ്കിലും കൊടുത്തിട്ടൊന്ന് റെന്റ് കിട്ടിച്ച്. കമ്മീഷൻ റിസീവ്ഡ്, നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വല്ല ഡിവിഡൻഡും കിട്ടിയിട്ടുണ്ടെങ്കിൽ. അതർ ഇൻകംസ്, അതൊക്കെ നമുക്ക് ഇൻകംസും ഗെയിൻസും ഒക്കെ നമുക്ക് ഇവിടെ എഴുതാം. ഇനി അതേപോലെ ഈ സൈഡ് വരുന്നത് നമ്മൾ നെറ്റ് ലോസ് ആണെന്ന് വിചാരിക്കും, ഗ്രോസ് ലോസ് ആണ്. ഇപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൽ ലോസ് ആണെങ്കിൽ അത് 2 എന്ന് പറഞ്ഞിട്ട് എഴുതും, ലോസ് ആണെങ്കിൽ. പിന്നെ നമ്മൾ സാധാരണ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ, സെല്ലിംഗ് എക്സ്പെൻസ്, മാർക്കറ്റിംഗ്, അതൊക്കെ ഇവിടെ വരും. സാലറി, റെന്റ്, റേറ്റ് ആൻഡ് ടാക്സസ്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, ടെലിഫോൺ ചാർജ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ലീഗൽ എക്സ്പെൻസ്, ഇൻഷുറൻസ്, ഓഫീസ് ലൈറ്റിംഗ്, ബാഡ് ഡെപ്റ്റ്, ഡിപ്രീസിയേഷൻ, അഡ്വർടൈസിങ്, ട്രാവലിംഗ് എക്സ്പെൻസ്, കാരേജ് ഔട്ട്വേർഡ് അത് വരുന്നുണ്ട്. ട്രേഡ് എക്സ്പെൻസ്, ഡിസ്കൗണ്ട് അലൗഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഒക്കെ അറിയുന്ന എക്സ്പെൻസ്. ട്രേഡ് എക്സ്പെൻസ് പിന്നെ കോമൺ എക്സ്പെൻസുകളാണ്. റിപ്പയേഴ്സ്, ലോസ് ബൈ ഫയർ, നമുക്ക് ലോസുകളൊക്കെ അവിടെ ഡെബിറ്റ് ചെയ്യും. ഗെയിൻസ് ഒക്കെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യും. നഷ്ടം വന്നു, ഫയർ വന്നപ്പോൾ ടെസ്റ്റ് കൊണ്ട് നഷ്ടം വന്നു, അങ്ങനത്തെ എക്സ്പെൻസും ലോസസ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യും. എന്നിട്ട് ഇതിനെ ബാലൻസ് ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ഇവിടെ എഴുതും, അല്ല നെറ്റ് ലോസ് ആണെങ്കിൽ നമ്മൾ എവിടെ എഴുതും? ക്രെഡിറ്റ് സൈഡ് എഴുതും. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡ്. പിന്നെ ഇൻഡയറക്റ്റ് ഇൻകംസ് ഒക്കെ എഴുതും, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് സൈഡ് എഴുതും. ഇതിൽ ഓരോ ഐറ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്. റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ് സാധാരണ നമ്മൾ ഹൗസ് പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്ന സമയത്ത് വരുന്ന എക്സ്പെൻസുകളാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമ്മളിത് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കാനൊന്നുമില്ല. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റെന്റ്, റേറ്റ്, ടാക്സ്, ഇൻഷുറൻസ് സാധാരണ വരാറുണ്ട് അല്ലെ. നമ്മൾ ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കാറുണ്ട്, എല്ലാവരും എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ്, കമ്പനികൾ എടുക്കുന്നതാണ്. ഇതൊരു ഇൻഷുറൻസ് പ്രീമിയം ആണ് നമ്മളിവിടെ കാണിക്കാറ്. സോ അതിൽ നമ്മൾ പല രീതിയിൽ വരും. ചിലപ്പോൾ നമ്മൾ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ നമുക്കത് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാം. അല്ല നമ്മൾ ഓഫീസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ആണെങ്കിൽ ആ പ്രീമിയം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. സോ പ്രൊഡക്ഷൻ, അങ്ങനെ ഫാക്ടറി ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാറുണ്ട്. സോ കോമൺലി നമ്മളെല്ലാം എന്താണ്, നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുക. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഡെപ്റ്റേഴ്സിന് പൈസ കിട്ടാനുണ്ട്. നമ്മൾ സാധാരണ കടത്തിന് ഒരു സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവിടെ എന്ത് വരും? ബാഡ് ഡെപ്റ്റ് വരും. ഇതൊരു ലോസ് ആണ്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. ഡിപ്രീസിയേഷൻ നമ്മൾ പഠിച്ചു, അതും നമ്മൾ വാല്യൂ ഓഫ് അസറ്റ് കുറയുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത്, ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പെർസെൻറ്റേജ് തരും, അപ്പോൾ എമൗണ്ട് തരാം. അപ്പോൾ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ട്രേഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ എക്സ്പെൻസുകളാണ്. ജനറൽ എക്സ്പെൻസ്, സൺട്രി എക്സ്പെൻസ്, മിസ്ലാനിയസ് എക്സ്പെൻസ് ഒക്കെ പറഞ്ഞിട്ട് തരുന്നത്. ഇതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. പാക്കേജിങ് വരാറുണ്ട്, പാക്കിംഗ് ചാർജസ്, അതൊക്കെ നമ്മൾ സാധാരണ ചിലപ്പോൾ നമ്മൾ പ്രൊഡക്ഷനിൽ വരുന്നതായതുകൊണ്ട് ചില സെപ്പറേറ്റ് മെഡിസിൻസ്, അങ്ങനെ ചിലത് ഡയറക്റ്റ് ആയിട്ട് അതിൽ പാക്കിംഗ് വരുന്നുണ്ട്, അതിന് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരിക. ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് പാക്കിംഗ് ഉണ്ടായിരിക്കും, പ്രൊഡക്റ്റ് കേട് വരാതിരിക്കാൻ, അതായത് അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ 2 തരത്തിൽ പാക്കിംഗ് ചാർജസ് വരാം. അത് അങ്ങനെ അത്രയും സെപ്പറേറ്റ് കാണിക്കുകയാണെങ്കിൽ മാത്രം. ജനറൽ ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, മെഡിസിൻ, അതിൻ്റെയൊക്കെ പാക്കിംഗ് എന്ന് പറയുന്നത് ആ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉൾപ്പെടുന്ന പാക്കിംഗ്. അപ്പോൾ അത് നമ്മൾ പാക്കിംഗ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. അല്ലാത്ത രീതിയിൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നെ നമ്മൾ സാമ്പിൾസ് കൊടുക്കും, അതൊക്കെ ഒരു എക്സ്പെൻസ് ആണ്. ഫ്രീ ആയിട്ട് നമ്മൾ സാമ്പിൾ കൊടുക്കും, പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. സോ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. ഇൻകം ടാക്സ് എന്ന് പറയുന്നതും ട്രേഡിംഗ് കൺസേണിന് ടാക്സ് വരുന്നുണ്ടായിരിക്കും. ആ ടാക്സ് നമ്മൾ നമ്മുടെ ട്രേഡിങ്ങിന്റെ ഇൻകം ടാക്സ് ഒരിക്കലും നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ് ആണ്, അത് നമ്മളിവിടെ കാണിക്കാൻ പാടില്ല. നമുക്ക് GST ആണ് വരാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു പ്രോബ്ലം ആണുള്ളത്.
Prepare profit and loss account from the following balances. Extract from the books of business. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാം. ഒന്നുമല്ല, നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. എളുപ്പമാണ്, ഈസിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാൻ. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോർമാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. +1 പഠിച്ചതായിരിക്കും. പഠിക്കാത്തവരാണെങ്കിൽ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ നമുക്ക് ജസ്റ്റ് നമുക്ക് എടുത്ത് എഴുതാനുള്ളൊരു ആവശ്യം മാത്രമേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഓക്കെ, ഇതൊക്കെ ഈസി ചാപ്റ്റേഴ്സ് ആണ്, ഈസി പോർഷൻസ് ആണ്. അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഡൗട്ട് ചോദിച്ചാൽ ഐറ്റംസ് ഒന്ന് ഫെമിലിയറൈസ് ആവാനുണ്ട്. അതിന് നമുക്ക് ഉടനെ അത് എവിടെ എഴുതണം, ട്രേഡിംഗ് അക്കൗണ്ട് ആണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ എവിടെയാണ് എഴുതേണ്ടത് നമുക്ക് അറിയാൻ മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ പ്രോബ്ലം ഇലിസ്ട്രേഷൻ 5 ചെയ്യാം.